എൻ്റെ അച്ഛൻ്റെ പ്രായം ഇപ്പോൾ അല്ലെങ്കിൽ തല്ലിക്കൊന്ന് തട്ടിക്കളഞ്ഞാൻ. എന്തെങ്കിലും ചെയ്യാണ്ട് എങ്ങനെയാ പോകുന്നത്? ഇപ്പം ശരിയാക്കി തരാം. ശുദ്ധമായ വെള്ളം. പോട്ടെ. ഒരു ബംഗാളി കള്ളൻ തേടിയ ബംഗാളി കാലിച്ചുറ്റി അപ്പം നീ മലയാളിയാണ്. ഹിന്ദിക്കാരാണെങ്കിൽ അച്ഛാന്നേ വിളിക്കൂ. എന്താണ് നിന്റെ പേര്? ഹരി. കരിയോ? കരിയല്ല സർ, ഹരി. ഓഹോ, അപ്പം നീയാണല്ലേ ഈ നാട്ടിലെ ആസ്ഥാന കള്ളൻ. നിനക്ക് വേണ്ടി വല വിരിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറെ കാലമായടാ. എന്റെ അതീവ കുശാഗ്ര ബുദ്ധിയിലും വിദഗ്ധമായ കരുനീക്കങ്ങൾക്ക് മുന്നിൽ ഏതൊരു കള്ളനും കൊടുക്കും. സർ ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ദേവോ, അങ്ങനെ ഒരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. കക്കുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഒടിക്കും. കാമഭ്രാന്തന്മാരുടെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. നിരപരാധികളെയോ? നിരപരാധികൾക്ക് ഞാനൊരു ഷേക്ക് ഹാൻഡും ഒരു ഗ്ലാസ് പാലും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിരപരാധിയാണ്. അല്ല, നീ ആളൊരു ജഗജില്ലിയാണ്. അല്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് എൻകെ ഭൂതത്തിന്റെ ഈ അണ്ടകളാഹം പോലുള്ള കോട്ടയ്ക്കകത്ത് കയറാൻ ധൈര്യം കാണിക്കുമോ? ജോസഫേട്ട, ഔസേപ്പേട്ട, നടക്കണം ഇങ്ങോട്ടോ. എന്തൊരിട്ട് ഇല്ല, ടോർച്ചുണ്ടോടാ? ഇല്ല സർ. ഒരു ടോർച്ച് പോലും ഇല്ലാതെയാണോടാ രാത്രി മോട്ടിക്കാൻ ഇറങ്ങുന്നത്? എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു വീണ് ആര് ഉത്തരവാദിത്തം പറയും? ഔസേപ്പേട്ട, എൻകെ ഔസേപ്പേട്ട. ഇവിടെ ആരുമില്ല സർ, നമുക്ക് പോവാ. നീ എന്താ രാഘവ ഈ പാതിരാത്രിക്ക്? കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർക്ക് രാത്രിയൊന്നോ പകലൊന്നുമില്ല. അവൻ ഏതു സമയവും ജാഗരൂകനായിരിക്കും. അതിരിക്കട്ടെ, ഔസേപ്പേട്ടൻ എന്തെടുക്കായിരുന്നു? ഇതെന്ത് മണ്ടൻ ചോദ്യമാ. ഞാൻ ഉറങ്ങുമായിരുന്നു. വെറും ഉറക്കമല്ല, പോത്തുപോലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങായിരുന്നു പറ. പിന്നെ ചുറ്റുമുള്ളതൊക്കെ എങ്ങനെ അറിയും? നീ എന്താ രാഘവ പിച്ചും പെയ്യും ഒക്കെ പറയുന്നേ? പിച്ചും പെയ്യുമല്ല, ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു നഗ്നസത്യം. ഈ വീട്ടിൽ മോഷണം നടത്തി ആ മതിൽ ചാടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ അതിഭീകരനായ ഒരു പെരുങ്കളനെ ഐതിസാഹസികമായ ഒരു മൽപ്പിടുത്തത്തിലൂടെ ഞാൻ കീഴ്പ്പെടുത്തി. ഇപ്പോ അതെ, അതൊരു ഭയങ്കര മൽപ്പിടുത്തായിരുന്നു. എന്നിട്ട് അണ്ടർവെയർ അഴിച്ച് അവന്റെ അണ്ടകടാഹം വരെ ഞാൻ അരിച്ചു പെറുക്കി. ഞെട്ടിപ്പിക്കുന്ന പല യമണ്ട സാധനങ്ങളും കൈത്തട്ടി. പലതും കണ്ട് ഞാൻ ഞെട്ടി. പക്ഷെ തൊണ്ടി മാത്രം കിട്ടിയില്ല. എന്നിട്ട് ആ കള്ളനെ വിട്ടോ? വിടാനോ? ഈ SI S രാഘവനോ? ബ്രിങ് ഹിം. ആര്? വിളിച്ചിട്ട് വേണം. അത്രേ ഉള്ളേ. എടാ കള്ള. അയ്യേ, ഇവൻ കള്ളനല്ല. അയ്യേ, അല്ലേ? ഇവൻ എന്റെ ബന്ധുവാ. അതെ സർ, ഞാനും ഔസേപ്പേട്ടനും തമ്മിൽ പറഞ്ഞാൽ തീരാത്ത ബന്ധം. അതെ, ഇവൻ മാങ്ങാനത്തെ എന്റെ വല്യപ്പൻ ദേവസ്യയുടെ എലിപ്പനി പിടിച്ച് ചത്തുപോയ പെങ്ങടെ മതി മതി, ഇപ്പൊ മനസ്സിലായി. ഇതൊരിക്കലും പറഞ്ഞാൽ തീരാത്ത ബന്ധമാണെന്ന്. ഇവനെ തലയ്ക്ക് സുഖമില്ലാതെ നാട്ടുകാരെ ശല്യം ചെയ്ത് നടക്കുമായിരുന്നു. വൈദ്യനെ കാണിക്കാൻ കൊണ്ടുവന്നാ ഇവിടെ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കഷ്ടം, ഇത്ര ചെറു പ്രായത്തില്. എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഒരു കൈസഹായം. ഇവനെ ആ മുറിയിലോട്ടൊന്ന് ആക്കി തരാമോ? പിന്നെന്താ ഔസേപ്പേട്ട?
നമുക്ക് ജയിലിൽ പോയാ പോരെ? ഒരു മനോരോഗിയുടെ ജൽപ്പനങ്ങൾ. മാമനെ വാ, പോലീസ് മാമനല്ലേ വിളിക്കുന്നത്. നമുക്ക് ജയിലിൽ പോവാ. ലിസൺ പ്ലീസ്. യാതൊരു കേടുപാടും കൂടാതെ ആ മുറി കൊണ്ടുപോയി ഭദ്രമായി ഇവരെ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് ഒരു കേടൂല. ഇവിടെ കൊള്ളൂല. നമുക്ക് ജയിലിൽ പോവാ. ഞാൻ ജയിലിൽ പോയിട്ട് പോലീസ് മാമ മോനെ കൊണ്ടുപോകും. കൊച്ചു കുട്ടികളെ പോലെ വാച്ച് പിടിക്കുന്നു. പിള്ളേരല്ലേ, നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അരവട്ട് മുഴുവട്ടാവും. അതെ, ഒക്കെ ശരിയാക്കാം. എനിക്ക് ഭ്രാന്തില്ല. മാമ ശരിയാക്കാം. അപ്പൊ ഞാനങ്ങോട്ട് വരും. ജയിലിൽ കിടക്കാൻ എന്തൊരു കൊതിയാ കുട്ടിക്ക്. സാറേ, വന്ന് കള്ളനേതാ സാധാരണക്കാരനേതാ മനോരോഗി ഏതാന്ന് ഒരു പിടുത്തം കിട്ടാത്ത കാലമായില്ലോ ഭഗവാനെ. ആ മനോരോഗിക്ക് എന്താ സംഭവിച്ചിരുന്നെങ്കിലേ വെള്ളം കുടിച്ചു പോയനെ. ഓർമ്മിപ്പിക്കാടോ, അത് ഓർത്തിട്ട് വല്ലാത്ത പരവേശം. ഇച്ചിരി വെള്ളം കുടിക്കുന്നു. എനിക്ക് വേണ്ട. കുടിച്ചോ. ഔസേപ്പേട്ടാ, വല്ലാത്ത പരവേശമുണ്ട്. ഇത്തിരി വെള്ളം ഇങ്ങനെ ദാഹിച്ചിട്ട് പാടില്ല. നന്നാറിയിട്ടിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. ജീപ്പിൽ വേറെ വെള്ളമല്ല, ഇത് ഞാൻ എടുത്തോട്ടെ. ഓ, അടപ്പ്. താങ്ക് യു. മാമന് സന്തോഷമായി. ചേച്ചി, ആ വാതിലൊന്ന് തുറന്നു തരൂ. ചേച്ചിയോ? ആരുടെ ചേച്ചിയാടോ? ഔസേപ്പേട്ടാ, അയ്യോ പ്ലീസ്, ആ കിളവനെ വിളിക്കല്ലേ. ഔസേപ്പേട്ടാ, ഏതാ അലവലാതി? ഇയാളെ തുറന്നു വിടാൻ പറയുന്നു. ഓ, നിന്നോട് പറയാൻ മറന്നുപോയി. ഇത് നമ്മുടെ അന്നമ്മയുടെ അനിയത്തി ഏലിക്കുട്ടി. ഏലിക്കുട്ടിന്റെ നാത്തൂന്റെ മകന്റെ മകനാ. പിന്നെന്തിനാ ഇവനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നെ? വട്ടാണോ? ഏയ്, അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ? അതെ, നാട്ടിലൊരു ചെറിയ പ്രശ്നം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുക. എന്ത് പ്രശ്നം? ഒരു ദുർബല നിമിഷത്തിൽ ഇവന്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഗൾഫുകാരന്റെ ഭാര്യയെ ഇവൻ അങ്ങ് കയറി പിടിച്ചു. എന്താണെന്നറിയില്ല, അവക്കാ പിടുത്തം തീരെ പിടിച്ചില്ല. സംഗതി കേസും പിന്നെ പുലിവാലും ഒക്കെ ആയി. ഇവനിപ്പ ഇവിടെ ഒളിവിലാ. ഇനി നിന്നെയും കൂടെ കയറി പിടിക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ ഇവനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. കിളവ ഒരുമാതിരി അനാവശ്യം പറയരുത്. ഓ, പറയുന്നതാണ് തെറ്റല്ലേ? എന്തിനാ ഔസേപ്പേട്ട ഈ പീഡനക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരിക്കുന്നെ? എടി, ഇവനാ ഞാൻ അന്ന് പറഞ്ഞ ഇടിവെട്ട് പേരുപണിക്കാരൻ. പെങ്ങളെ, കുട്ടിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ആരെങ്കിലും പീഡിപ്പിക്കാൻ പറ്റുമോ? മിണ്ടരുത്, വൃത്തികെട്ടവൻ, വഷളൻ. നിന്റെ വെളച്ചിലെങ്ങാണ്ടും എന്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ. എന്ത് കാഴ്ച കണ്ടോണ്ട് നിക്കുവാടി? പോടി അപ്പുറത്ത്. എന്താ? ഹായ് ബ്രോ. ഹായ്. ഇവിടെ നിന്ന് രക്ഷപ്പെടണം അല്ലേ? ആ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പകരം എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. മോൻ എന്ത് ഹെൽപ്പാണെങ്കിലും ഞാൻ ചെയ്തുതരാം. ആ നമ്പർ ഒന്ന് തരുമോ? ഏത് നമ്പർ? ആ ഗൾഫുകാരി ചേച്ചിയുടെ. ബ്രോ പോയേ? അല്ല പൊയ്ക്കോ. പോടാ. ഓക്കെ, പോടാ. എന്ത് ചെയ്യാനാ? ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാ അവന്റെ ബ്രോ. ഒരു രക്ഷയുമില്ല. ഈ നാട്ടില് സോഷ്യലിസ്റ്റ് നടപ്പിലാവുന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഉള്ളവനില്ലാത്തവന് കൊടുത്താലല്ലേ സോഷ്യലിസം നടപ്പിലാവും. ഹായ്. ഔസേപ്പേട്ടാ, ദേ അത് കണ്ടോ? അത് ശരി, ഇപ്പോഴാ എനിക്ക് കാര്യം പിടികിട്ടിയത്. എന്താടാ നിന്റെ ഉദ്ദേശം? ഇവളെ വളയ്ക്കാനാ? ചേട്ടന് അറിയില്ലേ, ഞാൻ പെൺകുട്ടികളെ മുഖത്തേ നോക്കാറില്ല. നീ മുഖത്ത് നോക്കാറില്ലെന്ന് എനിക്കറിയാം. ചേട്ടാ, ദണ്ണമുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറമ്പിൽ കാലുകുത്തില്ല. പിന്നെ ചേട്ടന്റെ കൊലയൊക്കെ എവിടെ അനാഥമായിട്ട് കിടക്കേ ഉള്ളൂ.
ആ